മനസ്സിൽ തൊട്ടില്ലിട്ട ഞാൻ ഇവളെ വളർത്തിയത്. മീനാക്ഷിക്ക് എന്നെ വിട്ടു പോവാനാവില്ല. അവള് പോവില്ല. അത് പറയേണ്ടത് നീയല്ലല്ലോ, മീനാക്ഷിയല്ലേ? അതെ, മീനാക്ഷിയാണ്. അവള് പറയും. പറയും മോളെ. പറ മോളെ, ആരെയും പേടിക്കാതെ പറ. ഇവിടെ ഇനി നിന്നാ ഇവരെല്ലാവരും കൂടി നിന്നെ ചവിട്ടി തേക്കും. പിന്നെ കാർത്തിയുടെ സ്നേഹം നഷ്ടപ്പെടുമെന്ന് നീ ഒരിക്കലും വിചാരിക്കണ്ട. അവന് നിന്നോട് ആത്മാർത്ഥമായ സ്നേഹം ഉണ്ടെങ്കിൽ അവൻ നിന്നെ തേടി വരും. ഈ ഭാർഗവി നിലയത്തിൽ നിന്നും അവൻ നിന്നെ നല്ലൊരു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അവിടെ നിങ്ങൾക്ക് സമാധാനമായിട്ട് ജീവിക്കാം. ഞാനും ഉണ്ടാവും നിങ്ങളുടെ എന്ത് കാര്യത്തിനും. വാ മോളെ, നമുക്ക് പോവാം. കാർത്തിയേട്ടൻ എന്നെ കൈവിടില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ വല്യമ്മയോടൊപ്പം പോന്ന എന്നോടൊപ്പം ജീവിക്കാൻ കാർത്തിയേട്ടൻ എവിടേക്കും വരും. പക്ഷെ വല്യമ്മയല്ലല്ലോ എന്റെ ദേവമ്മ. എന്റെ ദൈവമില്ലാത്ത ഒരു സ്വർഗം എനിക്ക് വേണ്ട. പെറ്റമ്മേ പൂറ്റമ്മയല്ല, ദേവിയ എനിക്ക് എന്റെ ദേവമ്മ. അനുഭവിക്കോടി, നീ അനുഭവിക്കും. അന്ന് നിനക്ക് ഞാൻ മാത്രമേ ഉണ്ടാവൂ. ഇറങ്ങിപ്പോടി ഇവിടുന്ന്, എന്റെ കുഞ്ഞിനെ ശപിക്കാതെ. നീ സ്വകാര്യ സ്വത്തായി ഇവളെ ചേർത്ത് വെച്ചോടി. അല്ലെങ്കിൽ ഇവളൊന്നും പഠിച്ചിട്ടില്ല. ഈ വീട്ടിലെ എല്ലാവരുടെയും മുഖം മൂടികൾ അഴിഞ്ഞ് വീഴുമ്പോഴേ ഇവള് പഠിക്കൂ. അന്ന് അഭയം തേടി പടികടന്ന് വരും ഇവള് മാധവ മന്ദിരത്തിലേക്ക്. ഇതേ എന്റെ വാക്കാ, നീ കുറിച്ചിട്ടോ. നിന്ന് ചെലക്കാതെ വീടിനകത്തുനിന്ന് കടന്നു പോടി. നിനക്കെന്താടി ഇതിനകത്ത് കാര്യം? ഇതിനകത്ത് കയറി പൊറുതിയാകാനൊന്നും വന്നതല്ല രാജലക്ഷ്മി അമ്മേ. എനിക്കതിനുള്ള ഗതികേടൊന്നും വന്നിട്ടില്ലെന്ന് രാജലക്ഷ്മി അമ്മയ്ക്ക് അറിയാലോ. നീ ഈ വീട്ടിനകത്ത് കയറിയത് എന്തിനാന്നാ ഞാൻ ചോദിച്ചത്. ഒരു മരണ വീട്ടിലേക്ക് ചെല്ലുന്നതും മരിച്ചയാളുടെ ബന്ധുമിത്രാദികളെ ആശ്വസിപ്പിക്കുന്നതും ഭാരതീയരുടെ സാംസ്കാരിക മര്യാദകളിൽ പെട്ടതായ കാര്യങ്ങളാ. പോരെങ്കിൽ നമ്മളൊക്കെ ബന്ധുക്കളും അല്ലേ? ഇനി ഇതൊന്നും അല്ലെങ്കിലും ഒരു നാട്ടുമര്യാദയുടെ പേരില് ചാവ് വീട്ടിൽ വരാലോ. നീ നാട്ടുമര്യാദയും സംസ്കാരം ഒന്ന് വിളമ്പണ്ട. എന്റെ മകനെ കൊല്ലാൻ നടന്നവളാ നീ. ഇനി ഒരു നിമിഷം നീ ഇവിടെ നിന്ന് പോവരുത്. നിയന്ത്രണം വിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ പെരുമാറിയെന്ന് വരും. അമ്മേ, ആവശ്യമുള്ള സമയത്ത് മൗനം പാലിക്കുകയും ആവശ്യമില്ലാത്തടത്ത് പൊട്ടിത്തെറിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണല്ലേ ഈ ചെമ്പകമംഗലത്തെ രാജലക്ഷ്മി അമ്മ. ദേ, നിന്നോട് എന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും ചോദിച്ചില്ല. പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങി പോവാനാ ഞാൻ പറഞ്ഞത്. ഞാൻ ഇവിടെ നിന്ന് തൽക്കാലം പോകുന്നത് കൊണ്ടൊന്നും കഥ തീർന്നില്ല രാജലക്ഷ്മി അമ്മേ. ഞാൻ പോകുന്നത് എന്റെ വിലപ്പെട്ട ഒരു നിധിയെ ഇവിടെ വെച്ചിട്ട. മനസ്സിലായില്ലേ? എന്റെ മീനാക്ഷിയെ. ആ നിധിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഞാനൊരു കാര്യം ഓർത്തത്. ഇവിടുത്തെ ഒരു നിധി കളഞ്ഞുപോയെന്ന് കേട്ടല്ലോ. ചരിത്രത്തിന്റെ ബാക്കി പത്രമായ ആ ഉടവാൾ ടിപ്പു സുൽത്താൻ കക്കാൻ നോക്കിയ വാൾ. അയാളിൽ നിന്നും പിടിച്ചു വാങ്ങിയതിന്റെ പേരില് ഇവിടുത്തെ ഏതോ ഒരു കാരണവർക്ക് മഹാരാജാവ് സമ്മാനിച്ച കോടികൾ വിലയുള്ള വാൾ. ടിപ്പു സുൽത്താനും ഉണ്ണിയാർച്ചയും മഹാരാജാവും ഒക്കെ വീമ്പ് പറച്ചിലിന്റെ ഭാഗമാണെങ്കിലും ആ വാൾ ഒരു സത്യം തന്നെയാണ്. ഒരു കേസിന്റെ ഭാഗമായി ആ വാളിപ്പ് സർക്കാരിന്റെ ഉടമസ്ഥതയിലാണ്. മറുപടി പറയേണ്ടി വരും. കള്ളനോ കള്ളിയോ ആരായാലും. ദൈവമേ, തീക്കൊള്ളി കൊണ്ടാണല്ലോ തല ചൊറിഞ്ഞത്. ആ വാളെന്റെ നെറുകം തല പിളർക്കോ?
കോടീശ്വരന്മാരുടെ ഭവനം എന്നൊക്കെ പറയുമെങ്കിലും ഇവിടെ കാശിന് ആവശ്യമില്ലാത്തവരാരാ ഉള്ളത് അല്ലേ സാവിത്രി? രാമേട്ടൻ ഇവളോട് കാശ് കടം ചോദിച്ചതാ, തർക്കിക്കാൻ പറ്റില്ല. കൊറേ കാശ് കിട്ടിയാ മാലതിക്കും കൈക്കില്ല അല്ലേ മാലതി? അയ്യോ, എന്ന് വെച്ച് ഇവരാരും ആ വാളെടുത്തെന്ന് ഞാൻ പറയില്ല കേട്ടോ. ഈ ചെമ്പകമംഗലത്ത് ഒരു കാര്യം സാധിച്ചെടുക്കണമെങ്കിൽ ഇവരെക്കാളും എളുപ്പം ഈ ഇന്ദ്രജയ്ക്ക. ഇന്ദ്രജ പോയി വെട്ടാൻ പറഞ്ഞാ വെട്ടുകയും കൊല്ലാൻ പറഞ്ഞാ കൊല്ലുകയും ചെയ്യുന്ന ഒരാള് ഇതിനകത്തുണ്ട്. അയ്യോ, സംശയിക്കണ്ട, മീനാക്ഷി തന്നെയാ. നീ ചെമ്പകമംഗലം തകർക്കാൻ പുതിയൊരു ബോംബുമായിട്ട് ഇറങ്ങിയതാണോ? ബോംബൊന്നും വെക്കാതെ തന്നെ ചെമ്പകമംഗലം തകർന്നല്ലോ. ഇന്ദ്രജ ഇപ്പൊ പറഞ്ഞത് ഒരു പാഴ്വാക്കല്ല, സത്യമാണ്. ഒരിക്കൽ ഞാൻ പറയും എന്റെ മീനാക്ഷിയോട്, രാജലക്ഷ്മിയുടെ തലയെറുത്തു കൊണ്ടുവരാൻ. അതുവരെ നിങ്ങൾക്ക് ആയുസ്സും ജീവിതവും ഒക്കെ ഉള്ളൂ രാജലക്ഷ്മി അമ്മേ.